നൈജീരിയയിൽ വടക്കൻ മധ്യ മേഖലയിൽ ഒരു ബൈബിൾ പഠനത്തിനിടെ ഫുലാനി ഇടയന്മാർ 5 ക്രിസ്ത്യാനികളെ കൊല്ലുകയും 3 പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. നൈജീരിയയിലെ കഡുന സംസ്ഥാനത്തെ ഒരു ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് വെസ്റ്റ് ആഫ്രിക്കയിൽ തിരുവെഴുത്ത് പഠിച്ചുകൊണ്ടിരിക്കെ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഫുലാനി കൊള്ളക്കാരുടെ ഒരു സംഘം വിശ്വാസികളെ ആക്രമിച്ചു. ക്രിസ്ത്യാനികൾ കൂടുതലുള്ളതും കൃഷിക്കാർ കൂടുതലുള്ളതുമായ കജുരു കൗണ്ടിയിൽ താമസിക്കുന്നവർ ഫുലാനി ഇടയന്മാരുടെ കൈകളാൽ കടുത്ത പീഡനം അനുഭവിച്ചിട്ടുണ്ട്. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 110 പേരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. കഡുന സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗത്തുള്ള കജുരു, കാച്ചിയ ലോക്കൽ കൗൺസിൽ ഏരിയകളിലെ മിക്ക സമൂഹങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അവിടെയുള്ള ഒരു താമസക്കാരൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും ഭയത്തോടെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിൽ ഉറങ്ങാൻ കഴിയില്ല, കൃഷിയിടങ്ങളിൽ പോകാൻ കഴിയില്ല. നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ബെൽറ്റ് കാർഷിക സമൂഹങ്ങളിലെ നാടോടികളായ ഫുലാനി മുസ്ലിം ഇടയന്മാരുടെ തീവ്രവാദി ഗ്രൂപ്പുകളാണ് ഏറ്റവും വലിയ ഭീഷണിയെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ബെനു, പീഠഭൂമി, കഡുന, മറ്റ് മിഡിൽ ബെൽറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും അംഗഭംഗം വരുത്തപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫുലാനി ആക്രമണങ്ങൾ കാരണം ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഇപ്പോൾ ഭവനരഹിതരാകുകയും ചെയ്തിട്ടുണ്ട്. നൈജീരിയയുടെ വരുമാനത്തിന്റെ കേന്ദ്രമാണിത്. അവരുടെ കർഷക കുടുംബങ്ങൾ കൊല്ലപ്പെടുകയോ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുകയോ ചെയ്യുമ്പോൾ വർദ്ധിച്ചുവരുന്ന കൂട്ടപ്പട്ടിണി ഈ പ്രദേശത്തിന്റെ ദുരിതം വർദ്ധിപ്പിക്കുന്നു.